താലിബുൽ ഇൽമിന് വളരെ ഫലപ്രദമായ കുറച്ച് അദ്കാറുകളും അദ്ദേഹത്തെ പറയും, കുറേ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഫവായിദ ഉഖ്റ എന്ന് പറഞ്ഞാൽ അദ്കാറല്ലാത്ത വേറെ ഫവായിദുകളും. ഒന്ന്, ഖാല സയ്യിദുൽ ഇമാം അലി ഇബ്നു ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫിൽ ഹതിയ്യത്തുൽ ഹനിയ എന്നൊരു ചെറിയൊരു കിതാബാണ് ഇവിടെ ഉണ്ടത്, നമ്മുടെ ഹിക്കമ പോലത്തെ ഒരു കിതാബാണ്. അതിലാണ് പറഞ്ഞത് പൂർണ്ണ രൂപ ഹതിയ്യത്തുൽ ഹനിയ വൽ വസിയ്യത്തുൽ മർദിയ്യ എന്നാണ്. അതിൽ പറഞ്ഞത് വൽയകുൻ മിമ്മാ തത്തഖിദുഹു ദിക്റൻ മിനൽ അസ്മാഇ അല്ലതി തൂരിസുക ഹിഫ്ളൽ ഉലൂം. അതാ നീ ദിക്റായി ഉപയോഗപ്പെടുത്തുന്നതാവട്ടെ. എന്തിന്? അള്ളാഹുവിൻ്റെ അസ്മായിൽ നിന്ന്. എങ്ങനത്തെ അസ്മാ? ഹിഫ്ളുൽ ഉലൂമിനെയും അതിൻ്റെ ഉലൂമിൻ്റെ മാനിയെയും ഉണ്ടാക്കി തീർക്കുന്ന അദ്കാറുകൾ. അത് അവന്നുത്തക ബി ഖറായിബിഹ, അതുപോലെ ആ ഉലൂമിൻ്റെ ഖറായിബ് കൊണ്ട് ശരിക്കും ഒഴിയാനും. എന്താണ്? ഹാദാനൽ ഇസ്മാനി, താഴെ രണ്ട് ഇസ്മ, അൽ മുബ്ദിഉൽ ഖാലിഖ് എന്ന രണ്ട് ഇസ്മ ചൊല്ലിയാൽ ഈ ഫായിദ കിട്ടുന്നു. വഖല്ലുമാ തദ്കുറു ബിഹിമാ കുല്ല യൗമൻ മിയത മർറ, അത് മിനിമം ഒരു ദിവസം ഓതേണ്ടത് 100 വട്ടം. വലാ ഹദ്ദൽ യക്സരിഹി, അക്സറിനൊരു പരിധിയും ഇലത്തി ഒഴിക്കും. വദാലിക അൻ തഖുല യാ മുബ്ദിഉ യാ ഖാലിഖു യാ മുബ്ദിഉ യാ ഖാലിഖു, അങ്ങനെ അങ്ങോട്ട് ചൊല്ലിക്കാം. അതന്നെ രണ്ട് ഇസ്മ. അങ്ങനെ ഓരോ ഇസ്മിനുണ്ട്. റിസ്ക്കിൻ്റെ വാതിലിന് അതിന് ഇതിൻപെട്ടൊരു. വഖാല റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത്, ഇദാ അറത്തൻ നൗമ, ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, ഫഖ്റഅ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, അങ്ങ് തുടങ്ങിയിട്ട് ഇടം വരെ ഇലാ യഅഖിലൂൻ വരെ സൂറത്തുൽ ബഖറയിൽ 164-ാമത്തെ ആയത്ത്. ഫഇന്ന ഫീഹാ മനാഫിഅ കസീറ, അതിൽ ധാരാളം ഉപകാരങ്ങളുണ്ട്. മിൻ, അതിൽപ്പെട്ടത് അന്നഹാ തുഈനുക അലാ ഹിഫ്ളിൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കാൻ അത് സഹായകമാകും. 2, വഅന്നക ലാ തൻസാ മാ ഹഫിൽതഹു മിൻ ദാലിക, ഖുർആനിൽ നിന്ന് പാഠമാക്കിയതുണ്ടാവില്ല, മറക്കൂല. 2, അതുകൊണ്ട് ഫലാസിൻഹാ കുല്ലമാ അറത്തൻ നൗമ, ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന അവസരത്തിൽ അത് മുറുക്കെ പിടിച്ചോ. ഈ വക്തിൻ കാന, എപ്പോഴും ഉറങ്ങുമ്പോഴും, കാന ബി ലൈലിൻ ഔ നഹാർ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിക്കൊന്നു. ഇനിയല്ലേ ഇനി ഫായിദത്തു വഫിൽ ഇത്ഖാനിൽ ഇമാമി സുയൂത്തി, ഇമാമിൻ്റെ ഇത്ഖാൻ ഉലൂമുൽ ഖുർആന്റെ കിതാബാണ് ഇവിടെ ഉണ്ടത്. അഖ്റജ ദാരിമിയ്യു റളിയല്ലാഹു അൻഹു, അതാണ് ഹദീസ് ഇത്ഖാനിൽ പറഞ്ഞത്. ഇതിൽ 2-ാം ജുസ് 906 ഫീ ഫളായിൽ ഖുർആനിൽ. ആരെ തൊട്ട്? അനിൽ മുഗീറത്ത് ബിൻ സുബൈഇൻ റളിയല്ലാഹു അൻഹു. ആരാന്നൊരു വക്കാന മിൻ അസ്ഹാബി അബ്ദുല്ലാഹ് മുത്തലക്കായിട്ട് പറഞ്ഞ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് ഇത് ഈ മുഗീറ. അപ്പോൾ താബിഈ. മാൻ ഖറഅ 10 ആയാതി മിനൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള 10 ആയത്ത് ഓതി. ഇന്ദ മനാമിഹി, ഉറക്കുന്ന നേരത്ത്, ലം യൻസൽ ഖുർആൻ, ഖുർആൻ മറക്കൂല. ഏതല്ല 10? 4 മിൻ അവ്വലിഹ, തുടക്കത്തിൽ നിന്ന് 4 ആയത്ത്, ആയത്തുൽ കുർസിയ്യ് ആയത്താനി ബഅദഹ, അതിന് ശേഷമുള്ള 2 ആയത്ത്. ഇത് ലാ ഇക്റാഹ ഫിദ്ദീൻ. പിന്നെ സലാസും മിൻ ആഖിർ, അവസാനത്തെ ലില്ലാഹി മാ ഫിസ് സമാവാതി മുതൽ 11 ഫായിദത്തുൻ ഫീ കിതാബിൽ ഫവായിദ് ലിശ്ശർജി, നമ്മളെ ഉലൂമാണ്. എന്താ ഷർജി? പഴയ ആളാണ്. അൽ അല്ലാമത്തുൽ മുഹദ്ദിസു അൽ യമനി ശിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് ഷർജി അസ്സുബൈദി, 812 893 വരെ കാലം. ഷർജി 100 ബാബുള്ളത്. അതെ, ഇസ്തഹറ ഇവിടെ നീട്ടലുണ്ടല്ലോ. അതാ അവർ പ്രസിദ്ധരാണ്. തൂഫിയ സുബൈദിലാണ് വഫാത്ത്. ലഹു തജ്രീദു സരീഹുൽ അഹാദീസിൽ ജാമിഉ സഹീഹ്, അത് അൽ മഅറൂഫ് ബി മുഖ്തസർ സുബൈദി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഹദീസിൻ്റെ കിതാബ്. പിന്നെ തബഖാത്തുൽ ഖവാസ് 2-മത്തെ കിതാബ്. വൽ ഫവായിദാണ് നമ്മളെ ഗെയിമിൽ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഷർജി ഫവായിദ് വഗൈരിഹ വയസ്സിൻ്റെ എത്തില്ലേ, 100 അധ്യായം ഉണ്ടായില്ലേ. അത് കുറച്ചും ബർക്കത്തിന് മതിയത്. ഖാല, മൂപ്പർ പറയുന്നത്, ഖാലൽ കൽബി പറഞ്ഞതായിട്ട്. അല കൽബി അൽ അല്ലാമത്തുൽ അഖ്ബാരിയു അബുൻ നളിർ മുഹമ്മദ് ബിൻ സായിബ് ബിൻ ബിസിൽ കൽബി അൽ മുഫസ്സിർ, വഫാത്ത് 146 ഷാഫി ഇമാമിൻ്റെ കാലത്തെ പഴയ ആള്.
കാന അയ്ളൻ റഅസ ഫീ മാരിഫത്തിൽ അൻസാബ് ഇല്ലാ അന്നഹു മത്റൂഖുൽ ഹദീസ്. ഹദീസിൽ മൂപ്പർ എണീറ്റില്ല എന്ന് പറയും. അത് മുഹദ്ദിസീങ്ങളുടെ ഒരു പരിപാടിയാണ്. മത്റൂഖ് ആരെന്ന് ഓർക്ക് വളരെ കണ്ണിലുണ്ടായിട്ട് നോക്കലാന്നില്ല. ഹദീസ് എടുക്കുന്ന വിഷയത്തെ അത്ര ഇതാണ്. അതുകൊണ്ട് ആളെ മോശമൊന്നും വരില്ല. ബസ്സുള്ള വലിയ മഹക്കിക്കായ ഒരു ആലയം വീടുണ്ടെന്ന് വെച്ചിട്ട് മനസ്സിൽ പഠിപ്പിക്കാനാക്കോ? ഇതിന് ഓറെ കൊള്ളയിച്ച. പക്ഷേ ഓരോ നേരത്തിൽ പിള്ളേർ പഠിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആളെ മോശക്കാരനല്ല. ഓരോ ഫീൽഡിൽ ഓരോരുത്തരുണ്ട്. അതാ പറയുന്നത്, കാനലി വലതുൻ, എനിക്കൊരു മകനുണ്ടായിരുന്നു. കുല്ലമാ ഖറഅ ശൈഅൻ മിനൽ ഖുർആനി നസിയഹു, ഖുർആനിൽപ്പെട്ട എന്ത് ഓതിയാലും മറന്നുപോകും. ഫറഅയ്തു ഖായിലൻ യഖൂലു ലി, അപ്പോൾ എന്നോട് പറയുന്ന ഒരാൾ പറയുന്നത് ഞാൻ കാണുന്നു, ഉക്തുബ് ലഹു ഫീ നായി, ഒരു പാത്രത്തിൽ എഴുതണം. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان. 1 മുതൽ 5 വരെയുള്ള ആയത്ത്. 2 لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه. 16 മുതൽ 19 വരെ സൂറത്തുൽ ഖിയാമ. ബൽ ഹുവ ഖുർആനും മജീദുൻ ഫീ ലൗഹിൻ മഹ്ഫൂസ് എന്നത് 21, 22 വരെ. പ്ലേറ്റിൽ എഴുതുക. എഴുതിട്ടോ വാൽഖി അലൈഹി മാഅ സംസം, സംസം വെള്ളം ഒഴിക്കുക. ഓസ്ഖിഹി, എന്നിട്ട് എന്താക്കുക, മയച്ചിട്ട് കുടിക്കുക. അപ്പൊ സാണകത്തിലും മയക്കലും കുടിക്കലൊക്കെ പഴയ കാലത്ത് തന്നെ ഉണ്ടെന്ന് വന്നു. മതി. ഇനി വലതക്ക കുട്ടി കുടിച്ചോ. ബിഹിഫ്ദിൽ ഖുർആൻ, യഹ്ഫദുൽ ഖുർആന ഇൻഷാ അല്ലാഹ്, ഇനി ഖുർആൻ കാണപ്പെടായിക്കോളൂ. ഇൻതഹ. ഇത് ബക്കറഹുൽ ഹബീബ് അലി ഇബ്നു ഹസൻ അൽ അത്താസ് ഖിർതാസിൽ പറഞ്ഞു. ഖിർതാസ് എന്നവരുണ്ട്. അത്താസ് റാത്തീബിന്റെ ശറഹ്. അത്താസിയ എന്ന് പറഞ്ഞാൽ ഹദ്ദാദ് റാത്തീബിന്റെ ഷെയ്ഖ് ഉണ്ടാക്കിയ റാത്തീബാണ് ഏത്? അത്താസ്. പിന്നെ പ്രസിദ്ധമായത് ശിഷ്യന്റെ റാത്തീബ്. ഹദ്ദാദ് റാത്തീബിൽ തന്നെ അത്രയൊന്നുമില്ല, ഒരു കാമണിക്കൂർ വന്നിട്ട് 5 കൊടുക്കലുണ്ടല്ലോ. ഒരു യമനിയ ഷെയ്ഖ് നമുക്ക് ജാത്ത് തന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫായിദ. ഖാല ഷെയ്ഖ് മുഹമ്മദുൽ ഉമരി ഫി കിതാബിഹി ബഹ്റുൽ അൻവാർ എന്ന കിതാബാണ്. കമാ നഖല ദാലിക്കൽ ഹബീബ് അലി ഇബ്നു ഹസൻ അൽ അത്താസ് ഫി കിതാബിഹിൽ ഖിർതാസിൽ നഖലനദി എന്താ ദിക്രി മനാഫി അസ്മാഇല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നാന്റെ മൻഫഅത്ത് പറയുന്ന സ്ഥലത്ത്. അസ്മാഉൽ ഹുസ്നക്ക് പല ശുറൂഹുകളുണ്ടല്ലോ, 10ഓളം ശറഹ് തന്നെ ഉണ്ട്. റാസി ഇമാമിന്റെ ശറഹ് ഉണ്ട്. പിന്നെന്താണ് തഫ്സീൽ പറഞ്ഞത്? തഫ്സീൽ പറഞ്ഞ കൂടാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. റാസി ഇമാമിന്റെ വേറെ ശറഹ് ഉണ്ടല്ലോ. പിന്നെ ആരുണ്ട്? ഖുശൈരി ഇമാമിന്റെ ഉണ്ട്, ഗസാലി ഇമാമിന്റെ ഉണ്ട്. 10ഓളം ശറഹ് പൊരിയിലുണ്ട്. കാല ഇസ്മുഹു തആല അൽ അലീം എന്ന ഇസ്മ മന്ദാവം അലാ ദിക്രിഹി, അതിന് ദിക്റിനെ പോലെ പതിവാക്കിയ തകല്ലമ ബി ഇൽമിൻ ലം യകുൻ യഅലമുഹു, അവൻ അറിഞ്ഞിട്ടില്ലാത്ത ഇൽമു കൊണ്ട് സംസാരിക്കുന്ന ആളായി മാറും. അതിന് എത്ര എണ്ണോന്ന് പറയുന്നില്ല. ഹത്താ യഗ്ലിബ അലൈഹിൽ ഹാലു എന്നാണ് മുംബൈയിലൊക്കെ പറയില്ലേ. ഹാല് മികക്കണം. അതായത് ഈ ഇസ്മിന്റെ മാന എന്താക്കണമെന്ന് പിടിച്ചെടുക്കണം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഹദീസുൻ നഫ്സ് പിടിച്ചടക്കിയിട്ട് ചെല്ലുമ്പോൾ സബഹുബയാകലാണ്. അതെ, ചെല്ലി 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 വരണം. എന്നിട്ടോ ലിസാനിഹിൽ ഹിക്മ, അവന്റെ നാവിൽ ഹിക്മത്ത് വെളിപ്പെടും. ഇനി വസ്മുഹു തആല ബദീഉൻ എന്ന ഇസ്മ ദാകിറുഹു ലാ യസാലു യുബ്ദി അന്നുൽ ഉലൂമൽ ഇലാഹിയ്യ, ഇലാഹിയായ ഉലൂമിനെ എന്താക്കും, അതിന് ഇങ്ങനെ നാവിൽ കൂടി വെളിപ്പെടുന്നുണ്ടാകും. വയുംബിഉല്ലാഹുൽ ഉലൂമ അലാ ലിസാനിഹി, അയാളുടെ നാവിൽ കൂടി ഉലൂമിനെ അല്ലാഹു തആല ഉറവായിട്ട് നടക്കുകയാണ്. ഇതിലെ ബുനിമാൻ പറഞ്ഞു, ഞാൻ ആദ്യം ബലീദായിരുന്നു, ഒന്നും തിരിയാത്ത ആളാണ്. മുംബൈയിലതാ ഷംസുൽ മാരിഫിലുണ്ട്. മുംബൈയിൽ തന്നെ 2 സ്ഥലത്തും ഉണ്ട്. ഒന്നും തിരിയില്ല. അതൊന്ന് പറയും. ഇതിപ്പോൾ 2ാമത്തിലേക്ക് കടന്നില്ലേ ബദിയ. എന്നിട്ട് പറഞ്ഞാൽ അതിനുശേഷം പിന്നെ എനിക്ക് കിതാബിലുണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാന്ന് ബദിയ. അത് മുമ്പടുത്തൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. മുമ്പ് വായിക്കണമെന്നില്ലല്ലോ. ഞാൻ യാവുന്നിതാവും.
ചിലത് പല കൈഫിയത്ത് മൂപ്പർ കൊണ്ടുണ്ടല്ലോ. ആദ്യം ഇതില്ല മത്താസ്മലിസിലെ പല മിസാലും കാണിച്ച് ചെല്ലേണ്ട പല രൂപങ്ങൾ. ഒന്ന് ഹയ്യും കയ്യുമാണ് മിസാല്. ഹയ്യും കയ്യും ഹയ്യും കയ്യും അങ്ങനെ ചെല്ലാം. അൽ ഹയ്യുൽ ഖയ്യൂം അൽ ഹയ്യുൽ ഖയ്യൂം അലിഫ് ലാം കൊടുത്തല്ല. മൂന്നാമത്തത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നോട് തഹ്ലീൽ കൂട്ടിയിട്ട് ഇതുപോലെ സൂറത്ത് ലവൻ സന്നായി കാണുന്നില്ലേ ആയത്തില് കൂട്ടിയിട്ട് ഖുർആന്റെ ശൈലിയിൽ അങ്ങനെ ചെല്ലാം. കുറച്ച് സമയം എടുക്കും. അങ്ങനെ പല കേഫിയത്തും മമ്പയിലുണ്ടായിട്ട് വായിച്ചു നോക്കിയാൽ മതി. കാല ബാദുൽ മശായിഖ് പറയുന്നു. പക്ഷെ അങ്ങനെ ചെല്ലണമെന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഷെയ്ഖ് എങ്ങനെയാ ചൊല്ലിക്കൊടുത്ത് അതുപോലെ ചൊല്ലിക്കൊള്ളു. അതിനുള്ള അദ്ദേഹം ഇല്ല. നമ്മ അന്ന് മദനി പറഞ്ഞോട്ടില്ല. ഇതെല്ലാം പല കേഫിയത്തും കാണുമ്പോൾ നമ്മേതാ പഠിക്കണ്ടേ? നിങ്ങളുടെ ഷെയ്ഖ് എന്താ പറഞ്ഞത്? യാ ഹയ്യൂന്നാന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ, അല്ല അൽ ഹയ്യുൽ ഖയ്യൂം അങ്ങനെ. കാലൽ ബാദുൽ മശായിഖ് പറയുന്നു ഇന്നൽ ഇക്തിസാറ വൽ മുലാസമത മിൻ ദിക്രി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ദാമിതുദ എന്ന ജനൂബ് മനാബ ഷെയ്ഖിൽ മുർഷിദിൽ മുറബ്ബിയായ മുർഷിദായ ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കും. ഇതാ ഫഖദഹു താലിബു താലിബിന് കിട്ടാതെ വന്നാൽ കടുത്ത് പറഞ്ഞെടുക്കുന്നതല്ലേ. അതിന് മുറബ്ബി എന്ന് തന്നെ തല്ലാൻ വരുന്നതാണെന്ന് അദ്ദേഹം എടുത്തും വെച്ചേ തല്ലാൻ ആരും വരികയും ചെയ്യില്ല. ഏത് ആമസഹൂന്നല്ലേ അവനെ ഇല്ലാണ്ടായി പോയി കിട്ടുന്നില്ല. വാക്കല്ലുൽ ഇക്തിസാരി ഇക്തിസാർ എത്ര അതത് ഹുറൂഫിയ ഫീ കുല്ലി യൗമിൻ വലൈല അതിന്റെ ഹുറൂഫിന്റെ എണ്ണം രാവും പകലും. വദാലിക സബമിയാത വൈസനത്താനി വൈശ്റൂന മറ ഇത്ര 722 എന്നാണ് ഇപ്പോൾ പറയുന്നത്. സാധാരണ 756 പറയപ്പെടില്ല. അപ്പൊ ഈ എങ്ങനെ ചുരുങ്ങി എന്നുള്ളത് അതിന് നോക്കേണ്ടത്. അതേതെങ്കിലും അതെടുക്കുന്ന വിഷയം ഇസ്ലാഹ മാറിയിട്ടുണ്ടാവും. ഇതുപോലെ ഖസീനത്തുൽ നസറിനെ പറ്റി ഞാൻ പണ്ട് പറഞ്ഞില്ലേ, നൈസലഹ മിന്ദുമല്ലാഹി കാശിഫാന്റെ അതത് കിട്ടേണ്ടത് ഇങ്ങനെയാണ്. മൂപ്പർ പറഞ്ഞ 1153 അതെങ്ങനെ കിട്ടിയെന്ന് പരക്കെ പറഞ്ഞിട്ട് കിട്ടിയെന്ന് കാശിഫത്തുൻ എന്നുള്ള ബാത്ത് അടുത്ത് 400 മൂപ്പർ കൂട്ടി. അല്ല അമ്മ വേക്കൻസി ഹാത്താക്കി 5 കൂട്ടേണ്ടത് മൂപ്പർ എന്താക്കി 400 കൂട്ടി 1153 കണക്കായി. അപ്പൊ എത്തുന്നത് മൈനസാവുന്നത് 786 നിന്ന് 22 കിട്ടി. അപ്പൊ 64 കുറവ് വന്നിട്ടുണ്ട്. ഏത് കാശ്മത്തിനവിടെ ബാത്ത് തന്നെ അതതാ കൂട്ടിനെ നോക്കുന്നു. വരുന്നില്ല. അത് ഖിറാഅത്തിലും വരുന്നില്ല, എഴുത്തിലും വരുന്നില്ല. മൂപ്പർ ഇസ്ലാം അങ്ങനെയായിരിക്കും. പക്ഷെ മറ്റേ നാസിൽ ഷെയ്ഖ് പറഞ്ഞവരെടുക്കലല്ലാണ്ട് നമുക്കവിടെ കൈയെടുക്കാൻ പറ്റില്ലല്ലോ. ചില അതെടുക്കുന്നതിൽ ഇസ്ലാഹാത്ത് മാറ്റം ഉണ്ടാവും. പിന്നെ ആദ്യം സലാത്ത് 4454 എന്നുള്ളത് അപചതിക എണ്ണയില്ല. അത് വേറെ ഇസ്ലാഹ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതറിയാൻ വേണ്ടിയിട്ടാണ് കൊമ്പടയിലെ മൊയ്തീനാജിൻ്റെ അടുക്കൽ കക്കടിപ്പുറത്തോർ എണ്ണ അയച്ചത്. വൈകാട്ടാൻ വേണ്ടിയിട്ട് ഒരു മാറ്റി അയച്ചു. മൊയ്തീനാജി ഇതിന് കാര്യപ്പെട്ട ആളായിരുന്നു. ഇത് മൂപ്പർ പറഞ്ഞാൽ എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞു ഇങ്ങനെ മൂപ്പർ എന്നോട് അത് അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറയണമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്രകാരം കൂട്ടി നോക്കി കറക്റ്റാണ്. ഇനി താഴെ പറയുന്ന ഒരു ദിക്റുണ്ട്. അതെല്ലാം ഖിറാഅത്തിന്റെ മുമ്പ് കൊണ്ടുവരിക. അതായത് മിമ്മഷ്തുഹിറ അനി സലഫി സലഫു സാലിഹീങ്ങളെ തൊട്ട് പ്രസിദ്ധമാണ് ബിൽ ഫുതൂഹ് ഫതഹ് കിട്ടിയെന്നുണ്ട്. വഹുവ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം عدد كل حرف كتب أو يكتب أبد الآبدين وظهر الظاهرين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. انتهى. ذكره الحبيب المنيب علي بن عبد الرحمن മുബറർ പറഞ്ഞു അൽ മഷ്ഹൂർ ഒരാരോ വലിയ ആളാണ് അടുത്ത കാലത്താണെങ്കിലും അൽ ആലിമുർ റബ്ബാനി അൽ മുജ്മഉ അലാ ജലാലത്തിഹി അവരുടെ ജലാലത്തിന്റെ മേൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനത്തെ ആളാണ്. അൽ അവാഹുൽ മുനീബുൽ ആബിദുൽ ഖാശി
الذي قيل إنه سورة من رجال رسالة القشيري. നിസാരത്തുൽ ഖുശൈരിയിൽ കുറേ നേതാക്കന്മാർക്ക് എത്താൻ മതി. അതിൻ്റെ ഒരു ആൾ രൂപം തന്നെയാണ് കാലിങ്ങോട്ട്. എപ്പോൾ വൽ ഹബീബ് അലീബിൻ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് മഷൂർ ബാലവി 1274 1344 നമ്മൾ അടുത്ത കാലമാണ്. മിൻ തലാമിദത്തിഹി ശൈഖുൽ ഇസ്ലാം അബ്ദുല്ലാഹ് ബിൻ ഉമർ ഷാത്തിരി മൂപ്പറ ശിഷ്യനാണ്. വൽ ഹബീബ് സാലിബ് ബിൻ ഹഫീദ് മറ്റൊരു ശിഷ്യൻ. വൽ ഹബീബ് അലവി ബിൻ ശിഹാബ് ഗൈറുഹും മിൻ അഖാബിർ. 1344 അടുത്ത കാലത്ത് ആളില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പുത്തമ്പള്ളിയിലെ കുഞ്ഞഹമ്മദ് ഷെയ്ഖ് വഫാത്തായിട്ട് അവിടുത്തെ 1333 മൂപ്പർ വഫാത്ത്. അതിന് 14 കൊല്ലം ഇപ്പുറത്ത് പുത്തമ്പള്ളിയിലേറെ മൂപ്പർ കണ്ടെന്നല്ല പറഞ്ഞു തക്കടിപ്പുറത്തോട്. അവിടെ പറഞ്ഞത് ലംഅത്തുൽ നൂർ എന്ന കിതാബിലാണ്. അതേതാ കിതാബ് എന്നറിയില്ല. ലംഅത്തുൻ നൂർ ഫി മനാഖിബിൽ ഹബീബിൽ അല്ലാമത്ത് അലി ബിൻ അബ്ദുറഹ്മാനുൽ മശ്ഹൂർ. അതാ തഅലീഫുൽ അല്ലാമത്ത് സയ്യിദ് മുഹമ്മദ് ബിൻ സഖാഫ് ബിൻ സൈദ് ബിൻ മുഹസിൻ അൽ ഹാദി. അത് മഖ്തൂത്താന്ന് പറയും, അടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. വറവാഹു അനിൽ ഹബീബിൽ ഇമാമി ഉമർ ബിൻ ഹസൻ അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഹസൻ അൽ ഹദ്ദാദ് ആരാ? الإمام الولي العالم العارف بالله الحبيب عمر بن حسن بن عبد الله بن أحمد بن الحسن البامي عبد الله الحداد. അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളെ എത്രാമത്തെ പേരമകൻ നോക്കിയിട്ടൊന്ന്. അബ്ദുല്ലാഹി ബിൻ അലബിൽ ഹദ്ദാദ് തങ്ങളെ മകനാണ് ഹസൻ. ഹസൻ ആരാന്ന്? കോഴിക്കോട്ട് ജിഫ്രി തങ്ങളെ ഷെയ്ഖ്. കോഴിക്കോട്ട് കുറ്റിച്ചെറിയ കിടക്കുന്ന ജിഫ്രി തങ്ങളില്ലേ, മമ്പത്തെ തങ്ങൾ പാപ്പാന്റെ കാനൂറുമാണ് ഷെയ്ഖുമാണ്. 1222 അവർ വഫാത്ത്. കുറ്റിച്ചെറം മറ്റുമ്പോന്നാണ് ഓറ ഷെയ്ഖാണ് ഈ ഹസൻ. അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളുടെ മകൻ. ആ ഹസനിന്റെ മകനാണ് അഹമ്മദ്. ഓറ മകനാണ് അബ്ദുള്ള. ഓറ മകനാണ് വീണ്ടും ഹസൻ, പിന്നെ ഉമർ. ആ ഉമറാണ് 1235 1308 വഫാത്ത്. ഷെയ്ഖ് സൈനുദ്ദീൻ റംലി തങ്ങൾ അതേ കാലം. സൈനുദ്ദീൻ റംലി പുത്തമ്പള്ളിക്കടുത്ത് മണലിൽ സൈദ്യംകുട്ടി മുസ്ലിമിന്റെ കുഞ്ഞഹമ്മദ് ഷെയ്ഖിന്റെ ഉസ്താദ്, ഫഖറുദ്ദീൻ തങ്ങൾ ഖലീഫ. അതുപോലെ കുഞ്ഞഹമ്മദ് ഷെയ്ഖിന്റെ ഖലീഫ. ഇത് കുഞ്ഞഹമ്മദ് ഷെയ്ഖ് നൂനേരിയിലെ നക്ഷബന്ദി കുഞ്ഞഹമ്മദ് ഷെയ്ഖുണ്ട്, ഉപ്പരകാരനൂർ മഷൂറായവരല്ലേ ആ കുഞ്ഞഹമ്മദ് ഷെയ്ഖിന്റെ ഒന്നാമത്തെ ഖലീഫ മണൽ സൈദ്യംകുട്ടി മുസ്ലിയാർ. 1308. കേരളത്തിലുള്ള ഉലമാന്റെ എല്ലാവരെയും ഫിഖ്ഹിയ കിതാബിന്റെ എല്ലാം സനദിന്റെ കേന്ദ്രം അടുത്തേക്ക് 1308 സൈനുദ്ദീൻ റംലിയിലേക്ക് എത്തും. ആരെ പിടിച്ചാൽ കേരളത്തിൽ അറിയപ്പെട്ട വലിയ ആളില്ല. മഹ്ദൂദങ്ങളെ പറ്റിയല്ലേ, മഹ്ദൂദങ്ങൾ അതിനേക്കാണ് മുമ്പേ ഫത്തേന്. പാനൂരി അവിടെ ഓതിയിട്ടുണ്ട്. പുത്തമ്പള്ളിയിലെ കുഞ്ഞാമ്മ ഷെയ്ഖ് ഓതിയിട്ടുണ്ട്. അതുണ്ട്. മറ്റോറ് ഓതിയിട്ടുണ്ട്. എന്നിട്ടാണല്ലോ പിന്നീട് മൂപ്പർ ഇവിടത്തേക്ക് പോയേ നാദാവിന്. നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖ് വേറെ ഉണ്ട്. കുഞ്ഞഹമ്മദ് 2-3 ആളുണ്ട്. നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖ്, പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് ഷെയ്ഖ്, കോക്കൂർ കുഞ്ഞഹമ്മദ് ഷെയ്ഖ്. ഇതെല്ലാം കുഞ്ഞഹമ്മദാണ് ഷെയ്ഖ്. വലിയ ഉലേക്കണം. 1333 ആര് കുഞ്ഞഹമ്മദ് ഷെയ്ഖ് വഫാത്തായത്. നേരത്തെ പുത്തമ്പള്ളി 1300 നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖ് വഫാത്തായത്. 1353 ആര് കോക്കൂർ കുഞ്ഞഹമ്മദ് ഷെയ്ഖ് വഫാത്തായത്. ഒരു അയ്യൻ തക്കടിപ്പുറത്തോറ് ഷെയ്ഖന്മാർപ്പെട്ടൊരാൾ. ഒന്ന് നൂഞ്ഞേരി, മറ്റൊന്ന് വെറും പുത്തമ്പള്ളി. 1222 മൗലൽ ബുഖാരി തങ്ങൾ അതേ കാലം. മൗലൽ ബുഖാരി തങ്ങൾ കഴിഞ്ഞിട്ട് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഓറഫത്ത്. മൗലൽ ബുഖാരി തങ്ങൾ എത്ര വഫാത്ത്? 1844 ജനിച്ചിട്ട് 63 വയസ്സ് ജീവിച്ച് 1207 ആരെ ഖുത്ബുസ്സമാൻ കണ്ണൂരിലെ കുഞ്ഞഹമ്മദ് ഷെയ്ഖ് അല്ല മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങൾ. അവിടെ നിന്ന് 15 കൊല്ലം കൂടെ കൂട്ടി. എന്നിട്ട് 1222 വഫാത്ത്. ഒരു വലിയ ആലാദരജിലുള്ള ആലിമായിരുന്നല്ലോ. ഇവിടെ കൻസൽബറായ ഇവിടെ അട്ടിക്ക് നിൽക്കുന്ന ഒരു കിതാബുണ്ട്. അപ്പൊ ഇതെല്ലാം അടുത്ത കാലത്താണ്.
എടുക്കട്ടെ. ഫായിദത്തുൻ അനിൽ ഹബീബി അഹ്മദ് ബിൻ ഹസനിൽ അത്താസ് ഇദാ അറാദൽ മുദക്കിറു തദ്കീറ. ഒരു ബാധ പറയുന്ന ആള് തദ്കീർ ഉദ്ദേശിച്ച്, ഔ അറാദ തദ്രീസ അല്ലെങ്കിൽ തദ്രീസ് ഉദ്ദേശിച്ച്, വത്തഅലീം ഉദ്ദേശിച്ച്, യഖൂലു ഹാദ ദുആ, ഈ ദുആ പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അതായത്താണ് തീർന്നേ. വസദ്ദിദ് ലിസാനി വഹദി ഖൽബി ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മറക്കെല്ലാം പറയും. വഅൻഹു വനഫഅന അല്ലാഹു ബിഹി. മുബറ തന്നെ പറഞ്ഞത്, കാല മൻ അറാദ അൻ യുദാകിറൻ നാസ, ജനങ്ങളോട് മുദാക്കറ നടത്താൻ, ആ യുഅല്ലിമ അഹദൻ, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചു, ഫൽ യസ്തഹ്ലിൽ അഹ്ലദ് ദർകി വഅഹ്ലൽ ബാതിൽ. അതായതാണ് മുസ്താദിനോട് ചോദിച്ചപ്പോൾ ഓറ് വന്നെന്താന്ന്, ഇത് ഔലിയാക്കന്മാരോട് സംഘമാണ് വൈബിയായ ചില ഇംദാദ് നടത്തുന്നത്, അതിൻ്റെ അത്രയും അതേ നമുക്ക് കേട്ടിട്ടുള്ളൂ. അഹ്ലുദ് ദർക് അഹ്ലുൽ ബാതിൽ, ഔലിയാക്കന്മാരുടെ ലോകാന്ന്. അവരെ നമ്മളെന്താക്കും, ഇസ്തിഹ്ലാർ ചെയ്യൽ. ദസ്തൂറക്കും യാ അഹ്ലദ് ദർകി വയാ അഹ്ലൽ ബാതിൽ വയാ അഹ്ലൻ നൗബ വയാ അഹ്ലൻ നൂർ എന്ന് പറയുക. വഹും യമുദ്ദൂനഹു വയുഈനൂനഹു. അപ്പോൾ ആ കൂട്ടരുണ്ടല്ലോ വിഭാഗം, ഇവർക്ക് ഇംദാദ് ചെയ്യും, ഇവനെ സഹായിക്കുകയും ചെയ്യും. ദസ്തൂറക്കും അതിന് വ്യക്തമായ മരമെന്നറിയില്ല. അതൊരു എന്താന്ന് ഉന്നതരായ വിളിക്കുന്ന ഒരു ശൈലിയാണെന്നാണ് പറയപ്പെട്ടത്. മറ്റേ ഇതായത്തെ പറ്റി അതിനെപ്പറ്റി വിശദങ്ങൾ ചോദിക്കണ്ടേ. ഇനി ഫായിദത്തുൻ അൻ സയ്യിദിനൽ ആരിഫ് ബില്ലാഹിൽ ഹസൻ ബിൻ സാലിഹിൽ ബഹർ നഫഅനല്ലാഹു പറഞ്ഞു, ലി ഫഹ്മിൽ ഇൽമി വൽ അമലി ബിഹി വഅദമി നിസ്യാനിഹി. ഇൽമ മനസ്സിലാക്കാനും അതുകൊണ്ട് അമൽ ചെയ്യുവാനും മറക്കാതിരിക്കുവാനും തുറദ്ദിദു ഹാദ ദുആ, താഴെ പറയുന്ന ദുആ ആവർത്തിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫഹ്മൻ നബിയ്യീൻ വഹിഫ്ളൽ മുർസലീൻ വഇൽഹാമൽ മലായികത്തിൽ മുഖറബീൻ. اللهم أغنني بالعلم وزينني بالحلم وأكرمني بالتقوى وجملني بالعافية يا أرحم الراحمين. അതാ ജയലബിനുണ്ടല്ലത്. ഇനി ഫായിദത്തുൻ മൻഖൂലത്തുൻ മിൻ മജ്മൂഇ കലാമിൽ ഹബീബി അഹ്മദ് ബിൻ ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു വഹിയ യുർവ അന്ന റജുലൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഖാല യാ റസൂലല്ലാഹ് ഇന്നി കസീറുൻ നിസ്യാനി ഫഅല്ലിംനി ശൈഅൻ, എനിക്ക് മറവി വളരെ കൂടുതലാണ്, എന്തെങ്കിലും പഠിപ്പിച്ചു തരണം. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഇൻദ കുല്ലി യൗമിൻ, എല്ലാ ദിവസത്തിലും പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ നഫ്സി മുത്മഇന്ന തുഅ്മിനു ബിലിഖാഇക വതഖനഉ ബിഅഫ്വാഇക വതർളാ ബിഖളാഇക എന്ന് പറഞ്ഞു. ഖാല, ആ റാവി പറയുന്നു, ഫമാ നസീതു ബഅദഹാ ശൈആ, ഒന്നും അനുസരിച്ച് എനിക്ക് മറന്നിട്ടില്ല. അതെ, ഇത് അങ്ങനെ ഇത് മുസ്നദായ ഹദീസല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കല്ലേ വരുന്നത്. അതെ, അഖ്റജഹു തബ്റാനി ഫി മുഅ്ജമുൽ കബീർ മിൻ ഹദീസ് അബീ ഉമാമത്താണ് സഹാബി. എന്നിട്ടോ ദൂനൽ ഖിസ്സ പറഞ്ഞിട്ടില്ല. ബിലഫ്ളി അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഫ്സൻ ബിക മുത്മഇന്നതൻ ആണുള്ളത്. മാനയിലും തന്നെ എത്ര പറയേണ്ടത്, യഖൂലു ദാലിക സലാസ മറത്ത പറയേണ്ടത്. ഫായിദത്തുൻ ലിഅദമിൻ നിസ്യാനി ഐലൻ, മറ്റൊന്ന് അനിൽ ഹബീബിൽ ആരിഫ് ബിൽ അലി ബിൻ മുഹമ്മദിൽ ഹബശി നഫഅനല്ലാഹു ബിഹി. ഖിറാഅത്തു ഖൗലിഹി തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ ഇലാ ഖൗലിഹി തആല സനുഖദിഉക ഫലാ തൻസാ വയൗദ വയുകർരിറുഹാ സബൻ, 7 വട്ടം ആവർത്തിക്കുക. എല്ലാം എളുപ്പമുള്ള പണി. ജുർവ അനിൽ ഇമാമി അലി കറമല്ലാഹു വജ്ഹഹു പറയുന്നു, അന്നഹു ഖാല ലിറജുലിൻ സകാലിഹി നിസ്യാൻ, മറവിയെക്കുറിച്ച് പരാതിപ്പെട്ട ഒരു വ്യക്തിയോട് ഓർ പറഞ്ഞ്, അലൈക ബിൽ ലുബാൻ, ലുബാൻ കുന്തിരിക്കും, ഫഇന്നഹു യുശജ്ജിഉൽ ഖൽബ യുർഹിബുൻ നിസ്യാൻ, അത് തിബിന്റെ കിതാബിലൊക്കെ പറയുന്നുണ്ട്. കൽബിന് നല്ല ധീരത കൊടുക്കും, അതുപോലെ മറവിയെ ഇല്ലാണ്ടാക്കും. അതെങ്ങനെ കുടിക്കണതാ? വയുദ്കറു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന ശുർബത്ഹു മഅ സുക്രി, ഫുക്കെന്ന് വെച്ചാൽ പഞ്ചസാര എന്നാണ്, അലർജിക്ക് വെറുവായിട്ടില്ല. അത് ജയ്യിദുൻ ലിൽ ബൗലി വൻ നിസ്യാൻ, മൂത്ര രോഗത്തിനും മറവിക്കും വളരെ ഫലപ്രദമാണ്. അതുകൊണ്ട് കുടിക്കുന്ന മുന്തിയ ലബാന ദക്കർന്നാ പറയാം. ഇല്ല, ഇവിടെ ഷുഗർ പഞ്ചസാര
പക്ഷേ ഇപ്പം പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല ആക്കുന്നത്. വെള്ളത്തിലിട്ട് വെച്ചിട്ട് കക്കടിപ്പുറത്ത് പണിക്ക് പറഞ്ഞത് കുറച്ച് വെള്ളത്തിൽ രാത്രി ഇട്ട് വെക്കുക. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് എന്താക്കുക, അത് കലക്കിയിട്ട് 11 അലം നക്ഷത്രഹോദി മന്ത്രിച്ചിട്ട് കുടിച്ചു. അത് നല്ല കുന്തിരിക്കം വാങ്ങണം. ഇന്ന് പുകയ്ക്കുന്ന കുന്തിരിക്കാൻ പറ്റില്ല, അത് 3-ാം തരം. അത് ശരിക്കും വാങ്ങൽ 1000 റുപ്യ കിലോയിലുണ്ട്. ഒമാനിൽ നിന്ന് വാങ്ങണം. അന്ന് ഉസ്താദ് തന്നത് അതിൻ്റെ 1-ാം തരാന്ന്. അതിനെന്തോ ഒരു പേര് പറഞ്ഞല്ല, വണ്ടി കയറുമ്പോൾ ലാസ്റ്റ് അത് വെള്ളത്തിലിട്ടാൽ നല്ല കലങ്ങി പാല് പോലെ തന്നെയാവും. അതാ പറയുന്ന വയുദ്കുർവാൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്നഹു ശക്കാലിഹി റജുലുൻ നിസ്യാന. ഒരാൾ നിസ്യാനെ പറ്റി ശിക്കാത്ത പറഞ്ഞ ഫഖാല അലൈക ബിൽ കുന്ദുർ. കുന്ദുറും ലബാനും തന്നെ. എന്നിട്ടോ വൻകഹു മിനൽ ലൈലി, രാത്രി വെള്ളത്തിൽ മുക്കി വെക്കുക. ഫൈദാ അസ്ബഹത ഫഖുദ് മിൻ ശർബത്തൻ അല ദീഖ്, എന്നിട്ടോ വെറുവായിട്ട് കുടിക്കുക രാവിലെ. ഫഇന്നഹു ജയ്യിദുൻ ലിന്നിസ്യാൻ. ഇന്ത ദക്കറ ദാലിക ഫി സാദുൽ മഅദ് എന്ന് പറഞ്ഞ കിതാബുണ്ട്. ഫി ഹദീ ഖൈറുൽ ഇബാദ, 5 വള്ളിയുണ്ട് ഇവിടുണ്ടത്. അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് തിബുൻ നബവിയാണ്. ജയ്യിദ് വളരെ ഉഷാറും വെരി ബെസ്റ്റ്. ബെസ്റ്റിൻ്റെ ഒക്കെ വരിന്ന് കൂട്ടണ അതുകൊണ്ടല്ല. പിന്നെ അന്നഹു ഖദ് യൂരിസുൻ നിസിയാന അശിയാവും. ചില കാര്യങ്ങൾ മറവിനെ ഉണ്ടാക്കി തരുന്ന ബിൽ ഖാസിയത്തി എന്ന് പറഞ്ഞാൽ ഈ മരുന്നിൻ്റെ ഖവാസ് പറയുമല്ലോ. ഇന്ന മെറ്റീരിയൽ മെഡിക്കല് അത് തിബിൽ മറ്റേ ഇതിലുണ്ടല്ലോ, തദ്കിറത്തിൽ തഫ്സീൽ മനാഫിയിൽ മരുന്നിൻ്റെ ഗുണവും ദോഷവും പറയും. മനസ്സിലായ എഫക്റ്റ് അതാ ഹിജാമത്തി നുഖറത്തിൽ ഖഫ, നട്ടില്ലേ അവിടെ ഹിജാമ ചെയ്യല്. 1 വൈദ്യമാനി അക്കിൽ കുസ്ഫറത്തിൽ റത്തുബ എന്ന കുസ്ഫറത്തിന് കൊത്തമ്പാരിന്നാ കാണുന്നു. അവൻ നോക്കിയില്ലേ. അതുപോലെ പച്ച റത്തുബ എന്ന് പറഞ്ഞാൽ ഉണങ്ങാത്ത പച്ച കൊത്തമ്പാരി, അത് ധാരാളം തിന്നല്. ഇതുമാന് എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ചൊന്നും മോശമില്ല. തുഫാഹിൽ ഹംദ്, പുളിയുള്ള തുഫാഹ് തിന്നല്. കസറത്തിൽ ഹമ്മി വൽ ഗമ്മി, അതായത് മനോദുഃഖം. അതാ വന്നദരി ഫിൽ മായിൽ വാഖിഫി, ഒഴുകാത്ത വെള്ളത്തിൽ നോക്കല്. വൽ ബൗലി ഫീഹി, അതിൽ മൂത്രമടിക്കല്. വന്നദരിൽ മസ്റൂബ്, ഈ തൂക്കിക്കൊല്ലപ്പെട്ടവനെ നോക്കല്. വൽ മിൻ ഖിറാഅത്തി അൽമാഹിൽ ഖുബൂർ, ഖബറിൻ്റെ മേലുള്ള എഴുത്തുകൾ വായിക്കല്. പിന്നെ വൽ മശീ ബൈന ജമലൈനി മഖ്തൂനി, കൂട്ടിക്കെട്ടപ്പെട്ട 2 ഒട്ടകത്തിൻ്റെ ഇടയിൽ കൂടി നടക്കല്. വയിൽക്കാൽ കംലി ബിൽ ഹയാത്തി, ജീവനോടുകൂടി പേനി തായലിടല്. വാക്കലി സൂരിൽ ഫൈരി, എരി ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അതെ ബിൽ ഹയാത്തി എന്ന് പറഞ്ഞിട്ടില്ല, അതാ ബിൽ ഹയാത്തി. വാക്കലി ഹാദ മാറൂഫ് അക്സറു ഹാദ മാറൂഫും ബിത്തജീബ, അതിൽപ്പെട്ട ചിലത് അനുഭവം. എലി വേറെ എലിയല്ലേ, എലി കുടിക്കാൻ സാധ്യതയുള്ള വെള്ളം ഉണ്ടല്ലോ. വെള്ളമൊന്നും കണക്കില്ല, ആക്കിൽ സൂറൊന്ന് കുടിച്ചിന് ബാക്കി. തജ്രിബത്തുകൊണ്ട് അറിയപ്പെട്ടതാണെന്ന് വെച്ചാൽ എല്ലാം പരീക്ഷിച്ചില്ല. എന്നിട്ട് പറഞ്ഞു വഅനിബിൻ ശിഹാബിൻ അന്നഹു കാന യക്റഹു. ബിൻ ശിഹാബ് അസ്സുഹരി മുഹദ്ദിസ്, അതാ ഹിജ്റ 51 ജനിച്ച് 123 പാത്ത പഴയാട് ഇമാമു സുഹരി. മൂപ്പർ അന്നഹു കാന യക്റഹു അക്ലഹ തുഫാഹി, തുഫാഹ് തിന്നലിനെ ഒരു വെറുത്തിരുന്നു. സൂറൽ ഫർനി വയഖൂലു ഇന്നഹു യുൻസി, അത് മറവി ഉണ്ടാക്കും. വകാന യശ്റബുൽ അസല, മൂപ്പർ പാല് എല്ലാം തേൻ കുടിക്കും. വയഖൂലു ഇന്നഹു യുദ്ക്കി, അത് ബുദ്ധിവർദ്ധന ഉണ്ടാക്കും പറയും. ആപ്പിള് തന്നെയായിരിക്കും അത്. പിന്നെ സൂറുൽ ഫാല് എന്ന് പറഞ്ഞാൽ ചില സാധനത്തിന്റെ പേരും പറയലുണ്ട്. ഇപ്പം പറയാ മലയാളത്തിൽ പറയുന്ന എലിച്ചവി എന്ന് പറഞ്ഞാൽ എലിയോ അല്ല ചെവിയോ അല്ല, ഒരു മരുന്നിന്റെ പേരാണ്. അതിന് അറബിയിൽ എന്താ പറയുക, ഖൈറുല്ലാഹി എന്നാണ്. തിബിന്റെ കിതാബിൽ പറയുക ഖൈറുല്ലാഹി, അള്ളാന്റെ ഖൈറുന്ന. ഖൈറുല്ലാഹിന്റെ പരിഭാഷ നോക്കി എലിച്ചവി എന്നാ എലിനെ പിടിച്ച് ചെവി എടുക്കണമെന്നാ. അതാ സൂറൽ ഫാറ്. അതാ ചില കലമ്പുണ്ടായിരുന്നു, നിലവറ്റത്തുള്ള കിട്ടുകയാണെന്നില്ലേ. പക്ഷെ അതിൽ ഞമ്മ വായിച്ച് നോക്കിയപ്പോൾ അതിൽ താരീഖൊന്നുമില്ല. ഇന്നദ്ദീനുല്ലാഹിൽ ഇസ്ലാം എന്നുള്ള ആയത്താണ് ഒന്നിലുള്ളത്. മറ്റൊന്നിൽ എന്തെന്ന് ഖുലില്ലാഹു മാലിക്കുൽ മുൽക്കിൻ്റെ ആദ്യ ഭാഗങ്ങൾ, ഇങ്ങനെ ചില ആയാത്തുകളാണ് അതിൽ കാണുന്നത്.
പേരൊന്നുമില്ല, ഞാൻ ഉള്ളിടത്തോളം വായിച്ചു നോക്കി. അതിനൊന്നും കിട്ടുന്നില്ല. അതെ, പേരെന്ന് മാത്രമല്ല, നമ്മളിവിടെ മറ്റുള്ളത് പേരല്ലേ ഉണ്ടാവില്ല, അത് വായിക്കാൻ മാത്രമൊന്നുമില്ലല്ലോ. എല്ലാം ഞാൻ വായിക്കാൻ ശ്രമിച്ചു നോക്കി. മൂസക്കം പള്ളിയിലുള്ളത് എന്താണ്? അഫ്സൽ മരക്കാർ ചൊല്ലാൻ മൂസക്ക ഒഴിച്ച കവറ് എന്നാണ്. അതിനുള്ളിൽ കൊല്ലം മറ്റേ മലയാള കൊല്ലം, ഈ കലണ്ടറിൽ കാണുന്ന കൊല്ലില്ലേ, മലയാള വർഷം. അത് കിട്ടിന ഞാൻ പോയിട്ട് എന്നിട്ട് കുറേ ശ്രമിച്ച് വായിച്ചു നോക്കിയത്. അതെ, അത് മയ്യത്തിനെ കാണുന്നില്ലേ എല്ലാവരും? മസ്ലൂബല്ലേ, കുരിശിലേറ്റപ്പെട്ട. ആ സൂറുൽ ഫഹറിന് ആ പേരിൽ അറിയപ്പെടുന്ന മരുന്നെന്താന്ന് കരുതണം. തുഫാഹിന്റെ കൂട്ടത്തിൽ പറഞ്ഞില്ലേ. قال سيدنا الحبيب علي بن عبد الرحمن المشهور نفعنا الله تعالى إن شحمة الغراب من رأس الغنم تورث العلم لمن أكلها. അത് ഒരു മുത്തശാബിഹ നമുക്ക് തിരിഞ്ഞിട്ടേ ഇല്ല, എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിച്ചിട്ടും കാര്യമില്ല. ഹസാൻ അയച്ചു കൊടുത്തിട്ട് മൂപ്പർ ഇതുവരെ പറഞ്ഞിട്ടില്ല മറുപടി. ഇത് ഷഹമത്തുൽ ഖുറാബ്, പിന്നെ കാക്കൻ്റെ ഷഹമത്ത് എന്ന് പറഞ്ഞിട്ട് തിന്നാൻ പറ്റുന്ന സാധനമല്ല, നജീസല്ലേ ഇത്. അതെ, അത് ഇൽമിനുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഇൽമ് മാനവിയല്ലേ, മാനവി എങ്ങനെ മരുന്ന് നിൽക്കുന്നു? അന്നേരം ഉത്തരം ഇൽമ് ഹിക്മത്ത് എന്നല്ല മാനവിയല്ലേ. ഇത് മഹസൂസായ സാധനമല്ലേ, അതിങ്ങനെ അതുമായിട്ട് ബന്ധം. നബിയിൽ പറഞ്ഞ അതിന് മാനവിയായ കാര്യങ്ങൾ മനുഷ്യനിൽ ഈ മഹാനിയുണ്ട് അവാനിയുണ്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, ഈ മഹാനിയും അവാനിയും തമ്മിൽ വലിയ ബന്ധത്തിലാണ് അള്ളാഹു തആല ആക്കി വെച്ചത്. അപ്പൊ ഈ അവാനിയുടെ ചില അസ്ബാബ് വെക്കാനുണ്ടതിന് മാനി ബന്ധം പതിക്കണമെങ്കിൽ, ഇതുപോലെ കാണപ്പെടാത്ത കറണ്ട് വന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇതിന്റെ ഫിറ്റിങ്ങിൽ എന്തെല്ലോ നിയമമുണ്ട്. എന്നാലും അതിപ്പോൾ നെറ്റ് കിട്ടുന്നില്ല, അമേരിക്ക കേൾക്കുന്നില്ല എന്നെല്ലാം പറയും. എല്ലാം ഒത്തു വന്നാൽ എന്താക്കും, അലോ എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ വെല്ലടിക്കുന്നുണ്ടോ. അപ്പോൾ കറണ്ട് ഏതാണ്? മഹാനിയാണെങ്കിൽ അതിനുള്ള അവാനിയാണ് ഈ സെറ്റിങ്. ആ സെറ്റിങ്ങിന് ശക്തി കൊടുക്കാനും ശക്തി കുറക്കുന്നതും ചില അസ്ബാബുകൾ മരുന്നുകളിലും ഭക്ഷണങ്ങളിലുണ്ട്. അതാണ് സംഗതിയുള്ളത്. അതുകൊണ്ടല്ലോ അസ്ലഹനാലഹു സൗജഹു എന്തിനാ പറഞ്ഞു? സക്കറിയ അലൈഹി സ്വലാം വരെയൊക്കെ പ്രസവിക്കലിനെ തൊട്ട് ചെറിയ വൈകല്യമുണ്ടായിരുന്നു, അതാദ്യം അള്ളാഹു തആല തീർത്തു കൊടുത്തുന്നല്ലേ. സ്ത്രീകൾക്കുണ്ടാകുന്ന ചില ട്രീറ്റ്മെന്റ്. എന്നിട്ട് വക്കാന റളിയല്ലാഹു പറയുന്നു, ആയിരുന്നു യുഹിബ്ബുഹ വയകുലുഹ നിയ്യത്തന്ന, പച്ചനെ തന്നെ തിന്നാറുണ്ട്. വഖദ് യംറു ബിശയ്യിഹ അലന്നാർ, തീയിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കാനും പറയാറുണ്ട് എന്നാണ്. ഷവായിശ്വി, അതിൻ്റെ മസ്തർ എങ്ങനെ വരും? ഷവി എന്ന മസ്തർ വരിക. അപ്പം വാബ് വന്നപ്പോൾ എന്തായി? യാഗാക്കിയിട്ട് മറിച്ചിട്ട് ഇതുകാമാക്കി ഷയ്യ. പക്ഷേ ആ സാധനം എന്താന്ന് പിടുത്തം കിട്ടിയില്ല. അതിന് കുന്തിരിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. വഖാല നഫഅനല്ലാഹു ബിഹി പറയുന്ന കാല ബഅദുൽ ഉലമാ പറഞ്ഞു, ഇന്ന സബിയ സാഹിബർ റഅസി കബീർ യകൂനു ആലിമൻ, വലിയ തലയുള്ള കുട്ടി വലിയ ആലിമായിരിക്കും. ഒരു ലക്ഷണം പറയുന്നു. വഖാല ഇന്ന സബിയ ഇദാ ഹുലിക റഅസുഹു യൗമർ റബൂഇ 40 അർബിയാ മുതവാലിയതൻ മിൻ ബഅദിൽ വിലാദ, പ്രസവിച്ചതിന് ശേഷം എത്ര? 40 40 മുടി കളിയാ എന്നാ യക്കൂൻ ആലിമൻ. അതൊക്കെ ഓരോ ഫവാദ് ഇങ്ങനെ പറയലാണ്. അനിൽ ഇമാമി അലിയിങ്കർ ഇത് അങ്ങനെ 4 മുതവാലിയത്ത്, അപ്പൊ 160 ദിവസം വരും. അനിൽ ഇമാമി അലിയിങ്കർ കറമല്ലാഹു വജ്ഹു പറയുന്നത് സലാസൻ യസീദിന ഫിൽ ഹിഫ്ളി, 3 കാര്യം ഹിഫ്ള് വർദ്ധിപ്പിക്കും. വയുദ്ഹിബിനൽ ബൽഗം, കഫത്തിനെ ദൂരീകരിക്കും. മറവിനുണ്ടാക്കുന്ന കഫപ്രകൃതിയാണെന്നില്ല. അസ്സിവാക്കും വസ്സവമോ ഖിറാത്തുൽ ഖുർആൻ, 3 എണ്ണം. മിസ്വാക്ക് ചെയ്യുക, നോമ്പ് നോക്കുക, ഖിറാത്തുൽ ഖുർആൻ, ഈ 3 എണ്ണം ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. വക്കാല ബാദും ആക്കിലു ഹിദാ വൈസലീന സബീദത്തൻ ഹംറാ സബീബ, ചുവന്ന മുന്തിരിങ്ങ 21 എണ്ണം വേണ്ടിയിട്ട് തിന്നു. ഫീക്കുല്ലി യൗമിൻ, എല്ലാ ദിവസത്തിലും മലർജിക്ക് ബെറുവായിട്ട്. നജൂരിസുൽ ഹിഫ്ള,
ഹിഫ്ദിനെ ഉണ്ടാക്കും. കറുത്ത മുന്തിരിയാന്ന് വൈദ്യന്മാർ പറയല് കറുത്ത മുന്തിരിയാണ് ദ്രാക്ഷ. മുന്തിരി പല ഇനങ്ങളുണ്ടല്ലോ. ദ്രാക്ഷ എന്ന് പറഞ്ഞിട്ട് മരുന്നി കൂട്ടുന്ന ഏതാണ്? കറുത്ത മുന്തിരി, കുരുവുള്ളത്. ഞാൻ പറയില്ലേ, അത് പല ഇനങ്ങളുണ്ടാവും. ആ ചോപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിസ്മിസും ചോപ്പ് എന്തെങ്കിലും ഉണ്ടായില്ലേ? കിസ്മിസും മുന്തിരി റോസ് കളർ ഉണ്ടാവും. പക്ഷെ കിസ്മിസിന് ഔഷധബീജം കുറവാണെന്നാണ് വൈദ്യന്മാർ പറയുന്നത്. ദ്രാക്ഷൻ്റെ പട്ടികയിൽ ഇതിപ്പം നെല്ലിക്ക എന്തെല്ലാം ജാതിയുണ്ട്. ധാത്രി എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ്, അംല എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ്. അങ്ങനെ നെല്ലിക്കൊക്കെ പല പേരുകളുണ്ട്. ഇപ്പം ധാത്ര ജാതി എണ്ണ എന്ന് പറഞ്ഞാൽ നെല്ലിക്കൻ്റെ നീരാണ് ധാത്രി. അംല എന്ന് പറഞ്ഞാൽ നെല്ലിക്കന്നെ വേറെ പേരുണ്ട്. പക്ഷെ നെല്ലിക്കൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. ചെറിയ കോട്ടി കണക്കത്തുണ്ടാവും, വലിയ ഇങ്ങനത്തെ ഉണ്ടാവും. ചെറുതാണ് കൂടെ നല്ലത്. എല്ലാം ഇതുണ്ടല്ലോ എത്രല്ലേ, അത് നീരെടുക്കാൻ വേണ്ടി അതെടുക്കുക. ഇപ്പോൾ ചവനപ്രാശം ഉണ്ടാക്കാൻ വേണ്ടി മിക്ക മരുന്നെന്താ നെല്ലിക്കുന്നില്ല. ചവനം എന്ന് പറഞ്ഞാൽ നെല്ലിക്കല്ല പേരല്ല. ചില മനസ്സിലാക്കി ചവനം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക എന്നല്ല. ചവന മഹർഷി കാട്ടിപ്പോയിട്ടിരുന്നിട്ട് തപസ്സിരുന്നു, പട്ടിണി കിടന്നിട്ട്. എന്നിട്ട് അവസാനം അയാളെ ജരയും നിരയും ബാധിച്ച് മരണത്തിനോട് വക്കത്തെത്തി. അപ്പോൾ അയാൾ ധ്യാനിച്ച ആരാണോ അയാൾ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ കഴിഞ്ഞാൽ പോരാ, തടി നന്നാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ചവനപ്രാശത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തുന്നതാണ്. അങ്ങനെ ചവനപ്രാശം, ചവന മഹർഷി മുഖേന കിട്ടിയ പ്രാശം. പ്രാശം എന്ന് പറഞ്ഞാൽ ലേഹ്യത്തിൻ്റെ ഒരു ഫോം. അമൃതപ്രാശം, മറ്റേ പ്രാശം ഉണ്ടല്ലോ, അതിൽ ചവനപ്രാശം. അതേപോലെ കഞ്ഞി, ചോറ്, പുട്ട് എന്ന് പറയും പോലെ നിർമ്മാണത്തിലുള്ള ഓരോ ഐറ്റങ്ങളാണല്ലോ. എന്നതുപോലെ പ്രാശം, ലേഹ്യം, രസായനം വേറെ, ലേഹ്യം വേറെ, അരിഷ്ടം വേറെ, ആസവം വേറെ, വടകം വേറെ, ചൂർണം വേറെ, അങ്ങനെ ഓരോ ഇനങ്ങളുണ്ടാക്കുമല്ലോ. അതായത് നിങ്ങൾ വൈദ്യരാന്ന് ചോദിച്ചേക്കണ്ട, ഞാൻ പറയാൻ കഴിഞ്ഞാൽ പറയൂ. എൻ്റെ വയസ്വി കസീറമിനൽ അമ്രാദി വല്ലസ്കാം, പല രോഗങ്ങൾക്കും ശിഫയുണ്ട്. വകുല്ലുമാ യുകല്ലിലുൽ ബൽഗമ വറുതുബാത്ത് യസീദു ഫിൽ ഹിഫ്ദി, ഇതിൽ കഫത്തിനെയും അതുപോലെ തന്നെ കൊഴുപ്പിനെ, റുതുബാത്തിനെ കുറക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ഹിഫ്ദ് വർദ്ധിപ്പിക്കും. അതിന് മാതാതാണ്. ഇവ ചുക്ക്, മുളക്, തിപ്പലി പോലെ തീവ്രശുദ്ധ കഫഹാരികളാണല്ലോ. അതല്ല ഈ കുരക്കും കഫത്തിന് ഉപയോഗിക്കുന്ന ചുക്ക്, മുളക്, തിപ്പലി, ഏലം, ഇലവങ്ങം, നാഗപ്പൂ, പച്ചില, ഇതെല്ലാം എന്താന്ന് കഫഹാരികളായ മരുന്നുകളാണ്. റുതുബാത്തിനെ കുറക്കും. വകുല്ലുമാ യസീദു ഫിൽ ബൽഗം, കഫത്തിനെ വർദ്ധിപ്പിക്കുന്ന എന്ത് സാധനവും ജോലിസും നിസ്യാൻ, മറവിനെ ഉണ്ടാക്കും. അത് വൈദ്യം പറഞ്ഞു തന്നു. അത് വൈദ്യത്തിൻ്റെ കിതാബ് നോക്കിയാൽ ഇതിൻ്റെ മെറ്റീരിയൽ അടിക്കാൻ നല്ലോണം പറയും. ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, പിന്നെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന പാർട്ട് എവിടെയാണ്, പൂവിലാണോ, ഇലയിലാണോ, വേരിലാണോ, വേരുമ്പ തൊലിയിലാണോ, മരത്തിൻ്റെ തൊലിയിലാണോ, കായിലാണോ, എല്ലാം പറയും. അതിൻ്റെ നികൊണ്ട് വാങ്ങണോ, കുടിച്ചോളാം. എന്നിട്ടത് ചൂടാണോ തണുപ്പാണെന്നും പറയും. ചൂടാണെങ്കിൽ തന്നെ അയലയാണോ? അപ്പോൾ കുരുമുളക്, ചുക്കല്ല അയലയാണ്. ഹാറും ജാബിസാണ്. ഇഞ്ചി എന്നുള്ളത് ഹാറും റത്തുബാണ്, അതിൻ്റെ താഴെയാണ്. ഇനി വകസറത്തുൽ ബൽഗമി മിൻ കസറത്ത് ഷുർബിൽ മാ, വെള്ളം അധികം കുടിച്ചാൽ കഫം കൂടും. വകസറത്ത് ഷുർബിൽ മായി മിൻ കസറത്തിൽ അക്കിൽ, ഷുർബുൽ മാ കൂടുന്നതുകൊണ്ടാ അധികം തിന്നിട്ടാണ്. അപ്പോൾ അടുത്തേക്കെത്തി കുറ്റക്കാരൻ തീറ്റ ചെയ്യും. കണ്ടാ, വസ്സിവാക്ക് യുക്കല്ലിലുൽ ബൽഗമ വയസീദ് ഫിൽ ഹിഫ്ദി വൽ ഫസാഹ, മിസ്വാക്ക് ചെയ്താൽ കഫത്തിനെ കുറക്കും, മറവി എന്താണ് ഓർമ്മ കൂട്ടും, ഫസാഹത്തും കൂട്ടും. വകദ അക്ലു സബീബി വൽ ഖുബ്സിൽ യാബിസ് യക്തവൽ ബൽഗമ, മുന്തിരിക്കല്ല, ഉണങ്ങിയ മുന്തിരിക്കാക്ക് സബീബ് എന്ന് പറയാം. മറ്റേ ഇനബ് അഹ്ലി കിതാബിലില്ലേ, തസബ്ബബ, ഉണങ്ങിയ മുന്തിരിക്ക, അതും ഉണങ്ങിയ റൊട്ടിയും കൂടെ തിന്ന, എന്നാലോ ബൽഗമിനെ ഇല്ലാണ്ടാക്കും. വമിമ്മ യൂരിസുൻ നിസ്യാന, നിസ്യാനെ വർദ്ധിപ്പിക്കുന്നത് കസറത്ത് ഹുമൂമി വല്ല ഹസാനി ഫി ഉമൂരി ദുനിയ, ദുനിയാവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇങ്ങനെ ചിന്തിക്കലും അതിന് വേണ്ടി വേവലാതിപ്പെടലും. കസറത്തുൽ ഇസ്തിഗാലി വല്ല അലായിക്ക്, അതുപോലെ ഭയങ്കര പണിത്തിരക്ക്. ഇസ്തിഗാല് വരെ അലായിക്ക് നിരട്ടെണ്ണ ഫോൺ വരിക, പിന്നെ അതെന്നെ അലവാക്കാനേ പണിയുണ്ട്. വെക്കരിക്കലിനെ അറിയില്ല. വെക്കരിക്കുമ്പോൾ അതിനിവിടെ കെട്ടി തൂക്കും. ഇവിടെ കുറേ യന്ത്രങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും.
ഒരാളുടെ അടുത്തുണ്ട്, അയാൾക്ക് ഭർത്താവ് പറയാൻ നേരം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നടന്ന് 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 നാഗം വരെ എത്തും. അങ്ങനെ ഇങ്ങോട്ടും നടക്കും, ഇങ്ങനെ അങ്ങോട്ടും നടക്കും. ചാവടിക്കൊന്നും നേരെ നേരില്ല. എന്തൊരു വിളിയാ ഇത്? അതൊരു സ്വഭാവമായിട്ട് മാറി. ഉണക്കിയ റൊട്ടി നമ്മൾ ഇപ്പോഴത്തെ ഈ ബ്രെഡ് ഉണക്കിയ പെട്ടല്ലോ. അല്ല, പണ്ട് ഉപ്പാപ്പ തിന്നാറുണ്ടെന്ന് പറഞ്ഞാൽ ഈ റൊട്ടി പറഞ്ഞില്ലേ? ആര് ഹുമൈസറയിൽ ആര് പോയി? മുഹമ്മദ് അബ്ദുൽ ഹഫീദ് ഷാദിരി തങ്ങൾ പോയി. ആളെ കൊണ്ടുവന്നാൽ നമ്മളിവിടെ ലൊട്ടാന്ന് പറഞ്ഞിട്ടുണ്ടാകും, കുറേ ഒട്ടയാക്കിയിട്ട് ഞങ്ങൾ ഈ ജനൽ ഗ്ലിസിൻ്റെ ജനൽ പോലെ ഉണ്ടാവില്ല, അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. വീണ നിലത്ത് കൂടെ ഒച്ചയും കൂടെ കേൾക്കും.